ഇത്തരം വിവാദ പരാമർശങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വൈദേകം റിസോർട്ടിനെ കുറിച്ചും മറ്റും അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട് തന്റെ വാദങ്ങളെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ സജിത്ത്. എന്ത് കരുതണം? ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിഷേധിച്ചതായിരിക്കുമോ? നമുക്ക് അങ്ങനെ കരുതേണ്ടി വരും. എന്തായാലും ഇ.പി. ജയരാജൻ നിഷേധിക്കുമ്പോൾ നമുക്ക് തൽക്കാലം അദ്ദേഹത്തിന്റെ വാദം കൂടി നമുക്ക് എടുക്കാം. പക്ഷേ DC ബുക്സ് നിലപാട് വ്യക്തമാക്കുന്നു. ഇന്ന് തന്നെ പുസ്തകം പുറത്തിറങ്ങും. നമുക്ക് ചില പേജുകളുടെ വിശദാംശങ്ങൾ കൂടി ലഭ്യമാക്കുന്നുണ്ട്. അല്പസമയത്തിനകം അത് പ്രേക്ഷകരെ കാണിക്കാമെന്ന് കരുതുന്നു. നമ്മുടെ കയ്യിൽ അത് ലഭിച്ചിട്ടുണ്ട്. അല്പസമയം, സാങ്കേതികമായി അല്പസമയം കൂടി അതിൽ വേണമെന്നത് മാത്രമാണ് സിദ്ധ. അതിൽ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അരുണോട് നിഷേധിക്കുകയും ചെയ്യുന്നു. അതെ, ഒപ്പം DC അധികൃതർ തന്നെ വ്യക്തമാക്കുന്ന കാര്യം ഇന്ന് തന്നെ പുസ്തകം പുറത്തിറങ്ങുമെന്ന കാര്യമാണ്. ഉച്ചയോടുകൂടി പുസ്തകം പുറത്തിറങ്ങും എന്നാണ് DC ബുക്സിന്റെ അധികൃതർ വ്യക്തമാക്കുന്നത്. അവരുമായി ടെലിഫോണിൽ ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ്. നമുക്ക് ഔദ്യോഗികമായ ഒരു പ്രതികരണം നേരിട്ട് അവരിൽ നിന്ന് എടുക്കാൻ കഴിയും വരുന്ന മിനിറ്റുകളിൽ നിന്നും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ പുസ്തകത്തിൽ നിന്ന് ഇപ്പോൾ എന്തുകൊണ്ട് ഇ.പി. ജയരാജൻ പിന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിലാണ് വ്യക്തത ഉണ്ടാവാത്തത്. ഇ.പി. ജയരാജൻ ആവർത്തിക്കുന്നു താൻ പുസ്തകം എഴുതുന്നുണ്ട്, പക്ഷേ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാറായിട്ടില്ല, അത് എഴുതിക്കൊണ്ട് താൻ ഇരിക്കുന്നു എന്നതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. അതേസമയം DC ബുക്സ് അതിന്റെ മുൻ കവർ അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം അതിന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. അതിന്റെ ഈ വിവാദമായ പരാമർശമുള്ള പേജുകൾ അടക്കം ന്യൂസ് 8ന്റെ ജീവനുള്ളിടത്തോളം ചെങ്കൊടിത്തണലിൽ എന്നുള്ള തുടക്കമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ കുറിപ്പിന്റെ ആമുഖമായി അദ്ദേഹത്തിൽ പറഞ്ഞ ഒരു കാര്യം ആത്മകഥയോ ജീവചരിത്രമോ അനുഭവക്കുറിപ്പോ ഒന്നുമല്ല, മറിച്ച് മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്ത് മാത്രമാണ്. ഇതൊരിക്കലും ഞാൻ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾക്കെതിരാകില്ല. തുറന്നെഴുതുമ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, അതൊന്നും വ്യക്തിപരമായ കടന്നാക്രമണവുമാവില്ല. ആരെയും വേദനിപ്പിക്കാനും ഉള്ള കുറിപ്പല്ലിത്. പൊതുപ്രവർത്തന ജീവിതത്തെ ഒരിക്കലും വ്യക്തിപരമായ നേട്ടത്തിനോ കുടുംബകാര്യത്തിനോ ഉപയോഗിച്ചിട്ടില്ല. പൊതുസമൂഹത്തിൽ തനിക്കെതിരെ വ്യാജ പ്രതിച്ഛായ സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദികൾ ആരാണ്? അത് വലതു മാധ്യമങ്ങൾക്ക് മാത്രമല്ല, കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കളുമുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകം തുടങ്ങുന്നത് എന്നാണ് സഹിതം മനസ്സിലാകുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങളുടെ PDF പേജുകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടി വരും. പ്രകാശ് ജാവദേക്കർ എന്നെ വന്ന് കണ്ടത് വിവാദമാക്കിയതിനെ കുറിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി അദ്ദേഹം പറയുന്നുണ്ട്. വീണ്ടും ആവർത്തിക്കുകയാണത്. ആ കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ്. ദല്ലാൽ നന്ദകുമാറിനൊപ്പം ജാവദേക്കർ തിരുവനന്തപുരത്തെ മകന്റെ ഫ്ളാറ്റിലേക്ക് വന്നത്. അത് അന്നത്തെ വിശദീകരണത്തിൽ നിന്ന് മറ്റ് കാര്യമായി അദ്ദേഹം അക്കാര്യത്തിൽ പറയുന്നില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ കൃത്യമായി തന്നെ ചില കാര്യങ്ങളുണ്ട്. സരിനെതിരെയും ചില ചർച്ചകളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് പുസ്തകത്തിലുണ്ട് പരാമർശം. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്താണ് സരിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ നമുക്കതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? സഹിതം ചില PDF പേജുകളാണ്, നമുക്കൊന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് രഞ്ജിത്ത്, നമുക്ക് അതിനു മുമ്പ് ഇ.പി. ജയരാജൻ സമീപകാലത്ത് ഒരുപക്ഷെ അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നതിന് കാരണമായ കൂടിക്കാഴ്ച, അത് BJP കേരള പ്രഭാരി ചുമതലയുണ്ടായിരുന്ന പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമാണല്ലോ. ആ വിവാദ വിഷയം അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അതായത് മകന്റെ ഫ്ളാറ്റിലേക്ക് 2023 ഫെബ്രുവരി 2-നാണ് ദല്ലാൽ നന്ദകുമാറിനൊപ്പം ജാവദേക്കർ എത്തുന്നത്. മകനെ വിളിച്ച് അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഫ്ളാറ്റിലെത്തി. ഈ വഴി മറ്റൊരു വഴി പോകുന്ന വഴി ഫ്ളാറ്റിലേക്ക് കയറി എന്ന സൗഹൃദ സന്ദർശനമാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കാണുന്നതിന്റെ ഭാഗമായി അദ്ദേഹം വന്നു. ഒരു സൗഹൃദ സംഭാഷണം, ഒരു രാഷ്ട്രീയവുമില്ല എന്നതാണ് വിശദീകരിച്ചത്. സമാനമായി ബിനോയ് വിശ്വം, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പലരെയും കണ്ടതായും അദ്ദേഹം പറഞ്ഞു. ഏതാണ്ട് 5 മിനിറ്റിൽ കൂടുതൽ ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നില്ല. രാഷ്ട്രീയമെന്നല്ല, ഒരു പൊതു കാര്യവും ചർച്ച ചെയ്തിട്ടുമില്ല. വീട്ടിലേക്ക് വന്ന ഒരാളോട് ഇറങ്ങിപ്പോകണമെന്ന് താൻ പറഞ്ഞില്ല, മറിച്ച് അങ്ങനെ ആര് വന്നാലും സ്വീകരിക്കുക എന്ന ആതിഥ്യ മര്യാദയാണ് താൻ കാട്ടിയത്. ഇതിൽ രാഷ്ട്രീയമായ ഒരു വിശേഷവും ഇല്ലാത്തതിനാൽ അതേക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് താനിത് പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യാൻ മാത്രം ഇല്ല എന്ന തോന്നൽ കൊണ്ടാണ് അറിയിക്കാതെ പോയത്. പക്ഷേ 1.5 വർഷം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതെടുത്തിട്ടത് ഗൂഢാലോചന അല്ലാതെ മറ്റെന്താണ്? BJPയിലേക്ക് പോകാൻ രഹസ്യ ചർച്ച നടത്തിയെന്ന പ്രചരണം വലിയ കോലാഹലമാവുകയായിരുന്നു. ഇതിന് പിന്നിൽ ഒരു വിഭാഗം BJP നേതാക്കളും UDFും ഉണ്ട്. അതിന് ഉപോത്ബലകമായത് BJP കരുത്തരായ സ്ഥാനാർത്ഥികളെ ആണ് നിർത്തിയത് എന്നു ഞാൻ പറഞ്ഞതാണ്. തോൽക്കാനാണെങ്കിൽ അവർ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന ഒരു വസ്തുത പറഞ്ഞതാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികൾ ചിലയിടത്തെങ്കിലും തീർത്തും ദുർബലരായി പോയി എന്ന പ്രയാസത്തിലായിരുന്നു. ഒരു ആത്മഗതം എന്ന നിലയിൽ താൻ അങ്ങനെ പറഞ്ഞു പോയത്. അതൊരു വിമർശനമാണ് സഹിത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചതെന്ന് കൂടി ചേർത്ത് വെക്കണം. അതെ,
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സ്ഥാനാർത്ഥികൾ ദുർബലരായിരുന്നു എന്ന കാര്യം താൻ പരാമർശിച്ചതാണ്. അത് ആ ആത്മകഥം ഉള്ളിൽ നിന്നുകൊണ്ടാണ് താൻ ഇങ്ങനെ പറഞ്ഞത് എന്നതുകൂടിയാണ് ഇ.പി. ജയരാജൻ്റെ വാക്കിലുള്ളത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഈ നടപടിക്ക് കാരണമായ ആ വിവാദ നീക്കങ്ങളിൽ, ആ വിവാദ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. അതേസമയം മറ്റ് വിവാദ ഭാഗങ്ങളിലേക്ക് കൂടി നമുക്ക് കടന്നു പോകേണ്ടി വരും. അതിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മറ്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തന്നെയും കാണാൻ വന്നത് എന്നതുകൂടിയാണ് അദ്ദേഹം വിശദീകരിക്കാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത് ബി.ജെ.പിയിൽ ചേരാനുള്ള ചർച്ചയുടെ ഭാഗമായത് എന്ന് വരുത്തീർക്കാൻ കഥകൾ ഉണ്ടാക്കിയതിൽ പ്രധാനി ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന ബി.ജെ.പി വനിതാ നേതാവാണ്. ഇതിന് പിന്നിൽ തൃശൂർ ഗസ്റ്റ് ഹൗസിലും ഡൽഹിയിലും എറണാകുളത്തും അവരോടൊപ്പം ബി.ജെ.പി നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ആവർത്തിച്ച് പറയുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് അതിപ്പോൾ ശോഭ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് ജയരാജനെതിരെ. തനിക്കൊപ്പം നിരവധി നേതാക്കളെ കണ്ടു എന്നുള്ളത്. അതിനെതിരെയുള്ള പരാമർശം അവിടെയുണ്ട്. ഒരു ചടങ്ങിൽ, എറണാകുളത്തെ വിവാഹ ചടങ്ങിൽ വെച്ച് മാത്രമാണ് ശോഭയെ കണ്ടത് എന്നുള്ള ഒരു പ്രധാന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സൈത്ത്. അതെ, ശോഭാ സുരേന്ദ്രന്